ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വാക്കിംഗ് ചലഞ്ചിൻ്റെ 43ാമത്തെ ദിവസമായി. ഇന്നത് ഇപ്പോൾ രാവിലെ സമയം ഒരു 7:08. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുവാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള മാവേലിക്കരയിലാണ്. കോട്ടയം ജില്ല നമ്മൾ എന്തുകൊണ്ട് ഇവിടെ തീർക്കുവാണ്. ഇടിഞ്ഞില്ലം പാലം കയറി കേട്ടോ പോണേ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വേങ്ങൽ വഴി കേട്ടോ പോണേ. നമുക്ക് വേണമെങ്കിൽ തിരുവല്ല വഴി പോകാം, പക്ഷെ അത് കുറച്ച് ചുറ്റുണ്ട്. അതുകൊണ്ട് നമ്മൾ വേങ്ങൽ റൂട്ട് പിടിച്ചാണ് പോണത്. പേരിന് പാലം മാത്രമേ ഉള്ളൂ, അടിയിൽ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, ഒരു സാധനമില്ല കേട്ടോ. അപ്പുറത്തോടെ എന്തോ കായലോ എന്താ കണ്ടു പോകുന്നുണ്ട്. ഇവരുടെ അവസ്ഥയാണ് ഈ വീട്ടുകാരുടെ. കാരണം തൊട്ട് പുറകിൽ കായലാണ്, വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ മൊത്തത്തിൽ മുങ്ങി. വീണ്ടും മുമ്പിലൊക്കെ അത് വെള്ളം കൊണ്ടിട്ടാണ്. അതുപോലെ ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. നല്ലൊരു കിടിലം വണ്ടിയുടെ അവസ്ഥ നോക്കി നശിച്ച് കിടക്കണം. നമ്മൾ ആദ്യം അവിടെ നിന്ന് കണ്ട കായൽ, ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു സ്പോട്ടിൽ നിന്നുള്ള കായലിൻ്റെ വ്യൂ നല്ല വ്യൂ ആണ്. മഴ അങ്ങ് മാറിയപ്പോഴത്തേക്കും പിന്നെ വെയിലും കൊണ്ട് ഒരു രക്ഷയിലുണ്ടായി. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. മിനിയാന്ന് വരെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഇന്നലെ അങ്ങനെ പെയ്തില്ല. ഇന്നത് ഇപ്പോൾ വെയിൽ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ചെല്ലുന്തോറും മഴ കുറഞ്ഞു വരിക. കുറേ നേരെ എൻ്റെ പുറകെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ അവനെ ഓടിച്ച് ഇപ്പം ഞാൻ ഓടിച്ചവൻ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഇവിടം വരെ പിന്നെ എൻ്റെ പുറകെ നിൽക്കുക. വേണ്ടെന്ന് പറഞ്ഞേക്കാം. വരുവാണെങ്കിൽ തിരുവനന്തപുരം വരെ വന്നാൽ പറ്റുമോ? എൻ്റെ ചുമ്മാ ഷോ കാണിക്കാൻ നിൽക്കല്ലേ. അവൻ്റെ തനി സ്വഭാവം ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാവേ. വേണ്ടോ അവനുണ്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നത് വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല വെയിലായിട്ട് നിൽക്കുന്നത്. ക്ലൈമറ്റ് ഒക്കെ ഓക്കെയാണ്. നടന്ന് തന്നെ വഴിക്കൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ടേ. ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഇത് ഭണ്ഡാരത്തിനകത്തത് മഞ്ചൊക്കെ ഇട്ട ആൾക്കാർ ഫുള്ള് മഞ്ചും പിന്നെല്ലാം എന്തൊക്കെ മിഠായി ഉണ്ട് നോക്കിപ്പോയൊക്കെ നോക്കിയാട്ടെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിയാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ ആലപ്പുഴ, തകഴി, അമ്പലപ്പുഴ ആ റൂട്ട്. നമ്മൾ മാവേലിക്കര പോണത് ഈ ലെഫ്റ്റ് എടുത്തിട്ടാണ്. ഈ പാലം കയറി ഇപ്പം നമ്മൾ ചെല്ലണത് നമ്മുടെ മണിമലയാറിൻ്റെ മുകളിലേക്കാണ്. തെക്കൻ കേരളത്തിലൂടെയും മധ്യ കേരളത്തിലൂടെയും ആയിട്ട് ഏകദേശം 92 കിലോമീറ്ററോളം നീളത്തിൽ ഒരു നദിയാണ് ഈ മണിമലയാറ്. ഈ നദി നമ്മുടെ എരുമേലിക്ക് അടുത്തുള്ള കൊരട്ടി ചെന്ന് കയറുമ്പോൾ കൊരട്ടിയാറെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നദി കോട്ടയം, പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകിയിട്ട് നേരെ വേമ്പനാട്ട് കായലിലാട്ടോ ഇപ്പോൾ ചെന്ന് കയറണേ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കൂടെ ഒഴുകുന്ന നദികളുടെ സ്ഥാനത്ത് നോക്കുവാണെങ്കിൽ 12ാം സ്ഥാനത്താണ് നമ്മുടെ ഈ ഒരു മണിമലയാർ നിൽക്കുന്നത്. നദി കണ്ടിട്ട് അത്യാവശ്യം നല്ല അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ നല്ല വൈബുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ സേതുവിൻ്റെ വീട്. അപ്പോൾ അവൻ എന്നോട് കുറേ പറഞ്ഞു, ചേട്ടാ എന്തായാലും വീട്ടിൽ കയറിയിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, എടാ സമയം കിട്ടത്തില്ല, എന്തായാലും അവിടെ ചിലപ്പോഴത്തേക്ക് ഒരു നേരാവും. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തൊക്കെയാണ് അവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ വീട്ടിൽ പറഞ്ഞ് ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും എന്നാൽ പിന്നെ കയറിയിട്ടൊന്ന് പോയേക്കാം. അപ്പം അങ്ങനെ അവൻ്റെ അച്ഛനോടും അമ്മയോടും പെങ്ങളോടും ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതേ പതുക്കെ ഇറങ്ങാൻ പോവാണ്. അത്യാവശ്യം നല്ല സ്ഥലം കേട്ടോ. നമ്മളിങ്ങനെ വന്ന വഴിക്ക് 2 സൈഡും കായലായിരുന്നേ, പിന്നെ അങ്ങോട്ടേക്ക് മാറി കടലുണ്ട്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കടപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ്. അപ്പോൾ സേതുവിൻ്റെ വീട് ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് ഉള്ളിലേക്കൊരു 6 കിലോമീറ്റർ പോകണം. അപ്പോൾ നമ്മളവിടെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവൻ്റെ പേരൻസിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എത്തും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7:30-ക്കുള്ളിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. 7:30-ക്കുള്ളിൽ എത്തണം. ഇതേ നമ്മളിപ്പോൾ ഈ കയറാൻ പോണ പാലമുണ്ടല്ലോ, ഇതിൻ്റെ താഴേക്കൂടെ ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയായ പമ്പ നദിയാണ്. ഇതിലെ പോയി കഴിഞ്ഞാൽ ഒരു കോപ്പും കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പീരുമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഇതുവഴി ഒഴുകി നേരെ മറ്റേ വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുമെന്നാട്ടോ പറയണത്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിന് പുണ്യം. നമ്മുടെ പരുമലപ്പള്ളി ഇവിടെ അടുത്തെവിടെയാണ്. ഇത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 0.7 കിലോമീറ്റർ കണ്ടുള്ളൂ. ചെന്നിത്തലൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് ഇതിൻ്റെ പേരന എതിവേലിപ്പടിയോ അവിടെ ചൂണ്ടക്കടയുണ്ട്. കുറേ ടൈപ്പ് സാധനങ്ങൾ ഇരിപ്പുണ്ട് അവിടെ. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് പ്രായിക്കര പാലാണ്. ഇതിൻ്റെ താഴേക്കൂടെയാണ് നമ്മുടെ അച്ഛൻ കോവിലാർ എന്ന് പറഞ്ഞ നദി ഒഴുകണേ. നമ്മൾ ഈ കാണുന്ന കേട്ടോ അച്ഛൻ കോവിലാർ നദി ഏകദേശം 112 കിലോമീറ്റർ ഒഴുകി പമ്പ നദി ലയിക്കുന്ന ഒരു നദിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ പമ്പ നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള ഈ ഒരു നദി ഏകദേശം കുറേ ചെറിയ പുഴകൾ ചേർന്നുണ്ടാവുന്ന കേട്ടോ പറഞ്ഞത്.
അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6:08 കറക്റ്റ് 6:08 നമ്മളിത് മാവേലിക്കര എത്തിയിട്ടുണ്ട്. മാവേലിക്കര പുതിയ കാവ്.